വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പണ്ട് മുതലേ നമ്മുടെ ദക്ഷിണേന്ത്യയെ വിഘടിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. അത് 2026 നടക്കുമെന്ന് കരുതപ്പെടുന്ന മണ്ഡല പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ ആണ്. അപ്പൊ ഇതെന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പ്രവചന സിംഹം, കേരളത്തിന്റെ പോൾ നീരാളി, അദ്ദേഹം ഉണ്ണി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഒരു മീറ്റ് എഡിറ്റേഴ്സിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കാണാനിടയായി. അതിൽ അദ്ദേഹം കണക്കുകളും കാര്യങ്ങളും നിരത്തിക്കൊണ്ട് ഒരു വിഷയം പറയുന്നുണ്ട്. ഈ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കേണ്ടത് എന്നിട്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീരയിടുന്നത് പോലെ പറയുന്നുണ്ട്. ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് പറയുകയാണ്, ഞാനൊരു നിഷ്പക്ഷനാണ്, ഈ നിഷ്പക്ഷതയാണ് നിങ്ങൾ കാണേണ്ടത്, ഇതിൽ എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പുട്ടിന് പീരയിടുന്നത് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തിനാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയുന്നതിൽ കഴമ്പൊട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരായാലും അംഗീകരിക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. ഇദ്ദേഹം പറയുന്നതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മണ്ഡല പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യക്ക് പ്രാതിനിധ്യം നമ്മുടെ ഇലക്ഷനിൽ ഇല്ലാതെയാകും എന്നുള്ളതാണ്. ഇപ്പൊ പറയുന്ന കേട്ടാത്തോന്ന് ഇപ്പൊ കേരളത്തിന് നരേന്ദ്രമോദി അവിടെ കയറുന്നതിൽ ഭയങ്കര പ്രാതിനിധ്യമാണ്. കേരളത്തിൽ 20 പേര് വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും നരേന്ദ്രമോദി തന്നെ അവിടെ പ്രധാനമന്ത്രിയായിട്ട് വരും എന്നുള്ളത് ഞാൻ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിലുള്ളവർ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ജനാധിപത്യത്തെ കളിയാക്കുന്നതല്ല, അവർ വോട്ട് ചെയ്തോട്ടെ. പക്ഷെ ഇവരുടെ വോട്ട് കൊണ്ട് അവിടെ നരേന്ദ്രമോദിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കണ്ടതാണ് 2014 കേരളത്തിൽ 20 സീറ്റ് ആര് നേടി, 20 സീറ്റ് ആര് നേടി. 2019 BJPക്ക് ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചുകൊണ്ട് ഒരു സീറ്റ് കിട്ടി. എന്നിട്ട് പോലും നരേന്ദ്രമോദി അവിടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. തമിഴ്നാട്ടിൽ വല്ല സീറ്റ് നേടിയോ? തമിഴ്നാട്ടിൽ സീറ്റൊന്നും നേടിയില്ല. തമിഴ്നാട്ടിലെ സീറ്റും ഒരു പ്രാധാന്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ തന്നെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പുള്ളിക്കാരൻ പറയുന്നത് 2026 മണ്ഡല പുനർനിർണയം വരുമ്പോൾ, ഡീലിമിറ്റേഷൻ വരുമ്പോൾ ദക്ഷിണേന്ത്യ പാടെ അവഗണിക്കപ്പെടും. 6 സംസ്ഥാനങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ BJPക്ക് സുഖമായിട്ട് കേന്ദ്രം ഭരിക്കാനുള്ള ഒരു പ്രൊവിഷൻ അവരായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം കുറച്ച് കണക്കും കാര്യങ്ങളും എല്ലാം നിരത്തുന്നുണ്ട്. ഈ കണക്കുകളിൽ തന്നെ എനിക്ക് ഒരുപാട് ആശങ്കയുണ്ട്. ഇതൊക്കെ ഒന്ന് പരിഹരിച്ചു തരണം. എന്താണ് ഈ ഡീലിമിറ്റേഷൻ, എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് ഞാൻ വളരെ ചുരുക്കി വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ജനറൽ ഇലക്ഷൻ 1951 നടക്കുന്നത്. ഈ 51 നമ്മുടെ ഇലക്ഷൻ നടക്കുമ്പോൾ 494 സീറ്റാണ് നമ്മുടെ ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. അന്ന് നമ്മുടെ ജനസംഖ്യ 36 കോടിയാണ്. ഈ 496 സീറ്റ് 36 കോടി. ഇദ്ദേഹം പറയുന്നത് 10 ലക്ഷം ജനത്തിന് ഒരു MP എന്നാണ്. അതായത് 10 ലക്ഷം ജനത്തിന് ഒരു MP എന്ന രീതിയിലാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 36 കോടി ജനത്തിന് 494 സീറ്റാണ് 1951 ഉണ്ടായിരുന്നത്. 1961 നമ്മൾ അടുത്ത സെൻസസ് എടുത്തു. അപ്പോൾ നമ്മുടെ ജനസംഖ്യ 44 കോടിയായി. 44 കോടിയായപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വീണ്ടും സീറ്റ് വർദ്ധിപ്പിക്കേണ്ടി വരും. 522 സീറ്റിലേക്ക് വന്നു. 494 സീറ്റ് 1951, 1961 വീണ്ടും സെൻസസ് 36 കോടിയിൽ നിന്ന് 46 കോടി ജനമായി 522 സീറ്റ് വർദ്ധിപ്പിച്ചു. 1971 ആയപ്പോൾ 543 സീറ്റിലേക്ക് അത് മാറി. അപ്പോൾ 54 കോടിയായി. 1951 36 കോടിയായിരുന്നത് 71 54 കോടിയായി. 494 സീറ്റ് എന്നുള്ളത് നിലവിലുള്ള 543 സീറ്റ് എന്ന നിലയിലേക്ക് വന്നു. എന്നിട്ട് 1971 ഇത് ഫ്രീസ് ചെയ്യുകയാണ്. ഇത് ഫ്രീസ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഇത് ഫ്രീസ് ചെയ്യുന്നത്. അതായത് അപ്പൊ തന്നെ 54 കോടി ജനമുണ്ട്, നമ്മുടെ നാട് ഭക്ഷ്യക്ഷാമം നേരിടുന്നു, വലിയ രീതിയിലുള്ള പട്ടിണി, ഈ പോപ്പുലേഷൻ കൊണ്ടുള്ള വലിയ കെടുതികൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 71 ഇത് ഫ്രീസ് ചെയ്യുന്നു. ഈ ഫ്രീസ് ചെയ്യുന്നത് 71 മുതൽ 2000 വരെയാണ് ഇത് ഫ്രീസ് ചെയ്യുന്നത്. ഇനി സീറ്റ് വർദ്ധിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് 2000 വരെ ഫ്രീസ് ചെയ്യുന്നു. ഈ 2000 ആയപ്പോഴേക്കും 2026 വരെ ഇത് ഫ്രീസ് ചെയ്യുന്നു. പക്ഷെ 2026 ആകുമ്പോഴേക്കും എന്താണ് സ്ഥിതി എന്ന് നോക്കിക്കഴിഞ്ഞാൽ 145 കോടിയിൽ നിന്ന് 150 കോടിയിലേക്ക് നമ്മുടെ ജനസംഖ്യ മാറുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സീറ്റ് നില വർദ്ധിപ്പിക്കേണ്ടി വരും. അങ്ങനെ സീറ്റ് നില വർദ്ധിപ്പിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വലിയ പുരോഗമനവും തമിഴ്നാട് വലിയ പുരോഗമനവും പ്രബുദ്ധരൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ 71 ജനസംഖ്യയ്ക്ക് വേണ്ടി അവിടെ സീറ്റ് അവര് ഫ്രീസ് ചെയ്തപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന പോലെയുള്ള ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാനങ്ങളെല്ലാം കൃത്യമായി ജനസംഖ്യ നിയന്ത്രിച്ചു. കേരളത്തിൽ അന്ന് 2 കോടി വോട്ടർമാരേ ഉള്ളൂ, ഇന്നും 2 കോടി വോട്ടർമാരേ ഉള്ളൂ എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇത് ജനസംഖ്യ നിയന്ത്രിക്കാതെ അനിയന്ത്രിതമായി പോയത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ്. അപ്പോ അവിടെ സീറ്റ് ഇപ്പൊ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ സീറ്റ് കുറയാനുള്ള സാധ്യതയാണുള്ളത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം കണക്ക് പറയുന്നത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ സീറ്റ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഇപ്പൊ 80 സീറ്റ്, അത് 91 ആകും. ബീഹാറിൽ 40-50 സീറ്റ് ആകും.
രാജസ്ഥാനിൽ 25 സീറ്റ് 31 ആകും. അത് മധ്യപ്രദേശിൽ 29 സീറ്റ് 33 സീറ്റ് ആവും. അങ്ങനെ ഈ 4 സംസ്ഥാനങ്ങളിൽ കൂടെ 33 സീറ്റ്, അതായത് 4 സംസ്ഥാനങ്ങളിൽ മാത്രം 33 സീറ്റ് കൂടും എന്നാണ് അദ്ദേഹം പറയുന്നത്. തമിഴ്നാട്ടിൽ 39 സീറ്റ് ഉണ്ട്, അത് 8 സീറ്റ് കുറഞ്ഞ് 31 ആവും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന 8 സീറ്റ് കുറയും. കേരളത്തിൽ 8 സീറ്റ് കുറഞ്ഞ് 12 സീറ്റ് ആവും. അങ്ങനെ തെക്കേ ഇന്ത്യയിൽ 26 സീറ്റ് മൊത്തത്തിൽ കുറയും എന്നും ഇദ്ദേഹം ഒരു കണക്ക് നിരത്തി പറയുന്നുണ്ട്. ഇനി തെക്കേ ഇന്ത്യയുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 24%. ഇപ്പോൾ ഉള്ള ഫെഡറൽ സംവിധാനത്തിൽ നമ്മുടെ ലോക്സഭയിലോട്ടുള്ള ഇലക്ഷൻ നമ്മൾ കൊടുക്കുന്ന പ്രാതിനിധ്യം 24%-ൽ നിന്നും 19% നമ്മുടെ ഷെയർ കുറയും. ഇനി 848 സീറ്റാണ് ഇപ്പോൾ സെൻട്രൽ വിസ്താരയിൽ നമ്മൾ പണിതിട്ടിരിക്കുന്നത്. 543-ൽ നിന്ന് 848 സീറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ 848 സീറ്റ് 2031 ആകുമ്പോഴേക്കും വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ 80 സീറ്റിൽ നിന്ന് 143 സീറ്റ് ഉത്തർപ്രദേശ് കൂടുമെന്നാണ് പറയുന്നത്. അതായത് 63 സീറ്റിന്റെ വർധന. ബീഹാറിൽ 79 സീറ്റിൽ നിന്ന് 79 സീറ്റാവും. രാജസ്ഥാനിൽ 50 സീറ്റാവും. മധ്യപ്രദേശിൽ വീണ്ടും സീറ്റ് കൂടും. അതായത് 63 സീറ്റ് ഉത്തർപ്രദേശിൽ, 35 സീറ്റ് ബീഹാറിൽ, 25 സീറ്റ് രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ 23 സീറ്റ്. അങ്ങനെ ടോട്ടൽ 4 സംസ്ഥാനങ്ങളിൽ കൂടെ 150 സീറ്റ്, ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും 150 സീറ്റ് ഈ 4 സംസ്ഥാനങ്ങൾ കണക്കാക്കിയാൽ അവിടെ വർദ്ധിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ 150 സീറ്റിന്റെ വർധന എന്ന് പറഞ്ഞാൽ വലിയൊരു വർധനയാണ്. ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 4 സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, കർണാടക, കേരള, തമിഴ്നാട് എല്ലാം കൂടെ 35 സീറ്റ് മാത്രമേ വർദ്ധിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതിന് തടയിടണം. ഇതൊരു BJPയുടെ ഗൂഢ അജണ്ടയാണ്, ഒരു ഗൂഢ നീക്കമാണ്. 6 സംസ്ഥാനങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ BJPക്ക് 848 സീറ്റിൽ സുന്ദരമായി രാജ്യം ഭരിക്കാനുള്ള ഒരു സെറ്റപ്പ് എത്തും. ബാക്കി ഒരു സംസ്ഥാനങ്ങൾക്കും പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു അവസ്ഥ വരും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം കുണ്ഠിതപ്പെടുന്നുണ്ട്, പഞ്ചാബിന്റെ കാര്യത്തിൽ കുണ്ഠിതപ്പെടുന്നുണ്ട്, ഉത്തരാഖണ്ഡിന്റെ കാര്യത്തിൽ കുണ്ഠിതപ്പെടുന്നുണ്ട്, കേരളത്തിന്റെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ കുണ്ഠിതപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിലും കുണ്ഠിതപ്പെടുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഈ 6 സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ വളരെ വ്യാകുലനുമാണ്. കാരണം ഈ 6 സംസ്ഥാനങ്ങൾക്ക് മാത്രം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഒരു ഫെഡറൽ സംവിധാനമാകുമ്പോൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ കൃത്യമായിട്ട്. ഇപ്പോ അദ്ദേഹം അതിന് പറഞ്ഞ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ BJP 240 സീറ്റ് BJP പിടിച്ചിട്ടുണ്ട്. പക്ഷെ BJPക്ക് കേവല ഭൂരിപക്ഷമില്ല ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. ആ കേവല ഭൂരിപക്ഷം ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ 20 സീറ്റുണ്ട്. ആ 20 സീറ്റിന് വലിയ വിലയാണുള്ളത് എന്നാണ് അദ്ദേഹം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കേട്ട് കഴിഞ്ഞാൽ എത്ര ക്ലിയർ ആണ് എന്ന് നമുക്ക് തോന്നും, അല്ലേ വിളിച്ചേട്ടാ? വളരെ ക്ലിയർ അല്ലേ അദ്ദേഹത്തിന്റെ വാദം? അതെ, നമ്മുടെ ഈ ഡീലിമിറ്റേഷന്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ 2026-ൽ അതിനുള്ള കാര്യങ്ങൾ തുടങ്ങും എന്നുള്ള ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം 2026 വരെയാണ് അത് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. 2020. അപ്പൊ അതിനിടയിൽ നടക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. നമ്മൾ ഈ കോവിഡ് ഒക്കെ മൂലം മാറ്റിവെച്ചിരുന്ന ഒരു പ്രക്രിയയുണ്ട്. നമ്മുടെ സെൻസസ് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്തിൽ എത്ര കോടി ജനങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ഡീലിമിറ്റേഷനെ കുറിച്ചുള്ള ചർച്ചകൾ പല വഴിക്കും നടക്കുന്നുണ്ട്. പലരും പല സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അറിവുള്ള സിദ്ധാന്തങ്ങൾ, കാരണം ഇവര് പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതല്ലാതെ നമ്മൾ പുതിയ ഐഡിയകളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇവർ പറയുന്നത് 3 കാര്യങ്ങളാണ് പറയുന്നത്. ആ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ അവർ പറയുന്നത് പിന്നെ ഈ സീറ്റുകൾ വർദ്ധിക്കും, ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ കുറയും, ജനസംഖ്യാ അനുപാതത്തിൽ സീറ്റുകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ. അത് ശരിയാണോ എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ പരിശോധിക്കുന്നത്. രണ്ടാമത് നമ്മൾ പരിശോധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ ജനസംഖ്യ നിയന്ത്രണം മൂലമാണോ നമുക്ക് സീറ്റുകൾ നഷ്ടപ്പെടുന്നത്, അതിലെന്താണ് യാഥാർത്ഥ്യം എന്നുള്ളൊരു കാര്യമാണ്. മൂന്നാമത് നമ്മൾ പറയുന്ന ഒരു കാര്യം BJPക്ക് നേട്ടമുണ്ടാക്കാനാണോ ഈ കാര്യം. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇവർ പറയുന്ന ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ നമുക്ക് സീറ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഞാൻ അതിന്റെ ഒരു ചെറിയ കണക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 1952 അന്ന് തിരുക്കൊച്ചിയാണ് നമ്മുടെ കേരളം. കേരളത്തിലേക്കാണ് ഞാൻ പറയുന്നത്. സൗത്ത് ഇന്ത്യ ആണല്ലോ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമെന്ന് പറയാം. അതുകൊണ്ട് കേരളമാണ് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ബാക്കിയിലേക്ക് നമുക്ക് വരാം. അപ്പോ തിരുക്കൊച്ചി വരുന്നു 1952. അന്ന് നമ്മുടെ ജനസംഖ്യ 1,35,00,000 നമ്മുടെ ജനസംഖ്യ. അന്ന് നമുക്ക് ഉണ്ടായിരുന്നത് 12 സീറ്റാണ്, ലോക്സഭാ സീറ്റുകൾ അതുണ്ടായിരുന്നു. 63 ആയപ്പോഴേക്കും അത് 18 സീറ്റായി ഉയർന്നു. 1,69,00,000 പേരായിരുന്നു അന്നത്തെ നമ്മുടെ കനേഷുകുമാരി അനുസരിച്ചിട്ടുള്ള നമ്മുടെ ജനസംഖ്യ. അപ്പം 1.69 നമുക്ക് 18 സീറ്റ് കിട്ടി. അതായത് ശരിക്കും നമുക്ക് 17 സീറ്റ് കിട്ടിയാൽ മതി, പക്ഷെ 18 നമുക്ക് കിട്ടി. 1971 വന്നപ്പോഴേക്കും 19 സീറ്റും 1977 വന്നപ്പോഴേക്കും നമ്മുടെ ജനസംഖ്യ 2,34,00,000 പേര് ആയി. അപ്പോഴേക്കും നമ്മുടെ സീറ്റ് 20 ഉയർന്നു. ശരിയാണ്, കറക്റ്റ് ആണ്. 20 സീറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് സീറ്റ് തന്നെയാണ്. 2,34,00,000 നമ്മൾ കൂട്ടുന്ന 2 കോടി ജനങ്ങൾക്ക് 20 സീറ്റ് എന്നുള്ളതായി. 2011 നമ്മുടെ സെൻസസ് പ്രകാരം നമ്മൾ 3.34 കോടിയാണ് ഇപ്പോൾ നിൽക്കുന്ന ജനസംഖ്യ. നമ്മുടെ കയ്യിലുള്ള കണക്ക് ഇതാണ്. ഇതിനുശേഷം എത്ര ജനസംഖ്യ കൂടിയെന്നോ കുറഞ്ഞെന്നോ യാതൊരു കണക്കും ഇല്ല നമ്മുടെ കയ്യിൽ. കണക്ക് വേണമല്ലോ. നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
2011 കണക്കെടുത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് എത്ര കൂടാം എന്ന് നമ്മൾ അസസ് ചെയ്യുകയാണ്. ഇത്ര കൂടാൻ സാധ്യതയുണ്ട്, ഇത്ര കുറയാൻ സാധ്യതയുണ്ട്. കുടുംബാസൂത്രണം നമ്മൾ ഭംഗിയായിട്ട് നടപ്പാക്കി. 71 കേട്ടോ കുടുംബാസൂത്രണത്തിനെ കുറിച്ച് ശക്തമായി വന്നത്. ഞാൻ 11 കണക്കാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് 3.34 കോടിയുണ്ട്. അപ്പൊ വല്ലാത്തൊരു ആസൂത്രണമായി പോയി. എന്തായാലും ഇത് കൊണ്ടുവരുന്ന ഈ 71 നമുക്കുണ്ടായിരുന്നത് 1.69 ലക്ഷം പേരാണ്. 1,69,00,000 പേരിൽ നിന്നാണ് ഈ 3.34 കോടി എത്തിയത്. 2011 വരെയുള്ള കണക്കേ നമ്മുടെ ഉള്ളൂ. പിന്നെ നമ്മളൊരു ഊഹത്തിനാണ് എടുക്കുന്നത്. 2025 ആകുമ്പോൾ ഇത്ര എത്തും. എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ 3.34 തന്നെ നമുക്ക് എടുക്കാം. 3.5 കോടി ജനം കേരളത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ 3.5 കോടി ജനം എന്ന് പറയുമ്പോൾ 30 ദശലക്ഷമാണ്. 30 ദശലക്ഷത്തി 30 ദശലക്ഷം .54 ഇല്ല 5 ആണ് നമ്മുടെ ഇത്. അങ്ങനെയാണെങ്കിൽ 30 ദശലക്ഷത്തിന് എത്ര സീറ്റ് വരും? 30 സീറ്റ് വേണ്ടേ? 30 ദശലക്ഷം 10 ലക്ഷം പേർക്ക് സീറ്റ് ആകുമ്പോൾ അദ്ദേഹം പറയുന്ന കണക്ക് വെച്ചാണെങ്കിൽ 30 ദശലക്ഷം പേർക്ക് 30 സീറ്റ് വേണം. നമ്മുടെ കേരളത്തിൽ 20 സീറ്റേ ഉള്ളൂ. അപ്പൊ കേരളത്തിൽ തന്നെ എത്ര സീറ്റ് കൂടി? 20 സീറ്റ് കൂടി. ഇനി അടുത്ത സംസ്ഥാനമായ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകാം. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ 1952 അവരുടെ ജനസംഖ്യ 3 കോടിയായിരുന്നു. അപ്പോൾ ഇനി 2011 അവരുടെ ജനസംഖ്യ 7.2 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് എത്ര സീറ്റ് വേണം? 7.2 കോടി എന്ന് പറഞ്ഞാൽ 70 ദശലക്ഷമാണ്. അപ്പൊ എത്ര സീറ്റ് വേണ്ടി വരും അവർക്ക്? 70 സീറ്റ് വേണ്ടി വരും. നിലവിൽ അവർക്ക് 39 സീറ്റാണ് ഉള്ളത്. പഴയ കണക്ക് വെച്ചിട്ട് 39 സീറ്റാണ് അവർക്കുള്ളത്. അവിടെ തന്നെ ഏതാണ്ട് 31 സീറ്റ് കൂടുന്നുണ്ട്. അപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം 41 സീറ്റ് കൂടുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമുള്ള കാര്യമാണ്. ഇനി നമ്മൾ കർണാടകയിലേക്ക് വന്നാൽ അവിടുത്തെ ഇപ്പോഴത്തെ ജനസംഖ്യ 6.1 കോടിയാണ്. 60 ദശലക്ഷം. 60 ദശലക്ഷം എന്ന് പറയുമ്പോൾ 60 സീറ്റ് വേണ്ടേ? ആ 60 സീറ്റ് വരുമ്പോൾ നിലവിൽ എത്ര സീറ്റ് ഉണ്ട് അവിടെ? 26. അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ബാക്കി അവിടെയും 10-14 സീറ്റ് കൂടുന്നു. അപ്പൊ ഈ 3 സംസ്ഥാനങ്ങളോട് കൂടുന്ന സീറ്റിന്റെ എണ്ണം എത്രയായി? 40, 30, 70, 75 സീറ്റ് ഈ 3 സംസ്ഥാനങ്ങളിൽ കൂടുന്നു. അപ്പൊ ഇനി നമ്മൾ ആന്ധ്രയിലേക്ക് പോകുമ്പോഴും ഇതിനകത്തൊരു വേരിയേഷൻ വരും. അപ്പൊ ഇവിടെ തന്നെ ഏതാണ്ട് ഒരു 100 സീറ്റിന്റെ അടുത്തേക്ക് നമ്മളുടെ എണ്ണം കൂടുന്നു. ഇനി ഇവരാരും പറയാത്ത ചില സംസ്ഥാനങ്ങളുണ്ട്. ഇവരത് പറയില്ല. കാരണം അവിടെ ഭരിക്കുന്ന BJP അല്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. പശ്ചിമ ബംഗാളിലെ ഇപ്പോഴത്തെ ജനസംഖ്യ എത്രയാണെന്നറിയാമോ? 9.12 കോടിയാണ്. അതായത് 90 ദശലക്ഷം. 90 ദശലക്ഷം വരുമ്പോ എത്ര സീറ്റ് വേണം? 90 സീറ്റ് വേണം. 42 സീറ്റ് എവിടെ ഉള്ളൂ? പോയിട്ട് 38 സീറ്റ് വേണ്ടേ? അവിടെ തന്നെ അത് കൂടിയില്ലേ? ബംഗാൾ ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ബംഗാളിന് കൂടിയിട്ടുണ്ട്. അപ്പൊ എല്ലാ സംസ്ഥാനത്തിലും സീറ്റ് ആനുപാതികമായി കൂടും. ഇനി ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് വരാം. ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. അവിടുത്തെ ഇപ്പോഴത്തെ ജനസംഖ്യ 19 കോടിയാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ഇപ്പൊ തന്നെ 190 സീറ്റിന് അർഹരാണ്. 19 കോടി എന്ന് പറയുമ്പോൾ 190 ദശലക്ഷമാണല്ലോ. അപ്പോൾ 190 സീറ്റിന് ഇപ്പോൾ തന്നെ അവർ അർഹരാണ്. പക്ഷെ അവർക്ക് അത്രയും ഇല്ല. അവർക്ക് സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 86 ലോക്സഭാ സീറ്റ് ഉണ്ടായിരുന്നത് 80 ചുരുങ്ങുകയാണ് ചെയ്തത്. കാരണം ആ ഒരു സംസ്ഥാനത്തെ വെട്ടിമുറിച്ചാണ് ഏറ്റവും ഒടുവിൽ രൂപം കണ്ട ഉത്തരാഖണ്ഡ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 6 ലോക്സഭാ സീറ്റുകൾ ഉത്തരാഖണ്ഡിലേക്ക് പോയി. ബാക്കിയുള്ളത് 80 ലോക്സഭാ സീറ്റാണ് അപ്പൊ അവർക്ക് നിലവിലുള്ളത്. അപ്പം അവർക്ക് ശരിക്കും ഈ ഡീലിമിറ്റേഷൻ വരുമ്പോൾ ഇപ്പൊ നമുക്ക് ഈ പഴയ കണക്കാണ് നമ്മളെ ഇരിക്കുന്നത്. 2011 കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത് മുഴുവൻ. 2025 ആകുമ്പോഴത്തേന് ഇതിന്റെ മാറും. കേരളത്തിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് 3.5 കോടിക്ക് മുകളിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഈ 3.5 കോടി എന്ന് പറയുന്നത് കൊട്ടത്താപ്പിന് പറയുന്ന സാധനങ്ങളാണ്. കാരണം ഇവർ 2011 കണക്ക് വെച്ചിട്ട് ഇന്ന രീതിയിൽ ജനസംഖ്യ കൂടാം കുറയാം എന്നൊക്കെ വെച്ചിട്ട് കണക്കെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഏകദേശം. അപ്പോ ബംഗാളിൽ ഇവര് പറയുന്ന ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ ബംഗാളിലെ സീറ്റിന്റെ എണ്ണം എത്രയാകും? 90 സീറ്റ് ആകും. അവിടെ കൂടിയില്ലേ? സീറ്റിന്റെ എണ്ണം കൂടിയില്ലേ അവിടെ? അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ പക്ഷെ ഈ പുള്ളിക്കാരൻ പിന്നെ എന്താണ് ഈ കേരളത്തിൽ സീറ്റ് കുറയുമെന്ന് പറയുന്നത്? 12 സീറ്റ് ഇവിടെ കുറയും, തമിഴ്നാട്ടിൽ 8 സീറ്റ് കുറയും എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് മനസ്സിലായത്? കേരളത്തിൽ 12 സീറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ എത്ര സീറ്റ് വരണം ധനുഷ്? 20-ൽ നിന്ന് 12 പോയാൽ 8 സീറ്റ് അല്ലേ ഉള്ളൂ? 12 സീറ്റ് അല്ല, കേരളത്തിൽ 8 സീറ്റ് കുറയുന്നു. അങ്ങനെ മൊത്തം 12 സീറ്റിലേക്ക് കേരളം ചുരുങ്ങുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. 12 സീറ്റാണ്. 12 സീറ്റ് കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ 1952 നിലയിലേക്ക് പോകണം. നമ്മൾ 1952 നമ്മുടെ ജനസംഖ്യ എത്രയായിരുന്നു? 1,03,5,00,000 പേരായിരുന്നു. അന്ന് നമുക്ക് കിട്ടിയത് 12 സീറ്റാണ്. നമ്മുടെ ജനസംഖ്യ 1,03,5,00,000 പേരാണോ ഇപ്പം? പറയുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടേ? നമ്മുടെ 1977 നമുക്ക് 20 സീറ്റ് കിട്ടി. കാരണം നമ്മുടെ ജനസംഖ്യ അന്ന് 2,03,00,000 സംതിങ് ആയിരുന്നു. അതായത് 2 കോടി എന്നത് 20 ദശലക്ഷം. ആ 20 ദശലക്ഷത്തിനാണ് നമുക്ക് 20 സീറ്റ് കിട്ടിയത്. അപ്പൊ എന്തായാലും അവിടുന്ന് ഇതെല്ലാം കൂടെ ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തിട്ടൊന്നുമില്ലല്ലോ ഈ ജനം. 1.5 കോടി ജനം ഒരു സുപ്രഭാതത്തിൽ വിഷമൊന്നും മരിച്ചിട്ടില്ലല്ലോ ഈ 12 സീറ്റിലേക്ക് നമ്മൾ പോകാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സൗത്ത് ഇന്ത്യയിൽ ഇതിന് ആനുപാതികമായി കൂടുന്നുണ്ട്. മറ്റൊന്ന് ഇവര് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ BJP നേട്ടം ഉണ്ടാക്കാനാണെന്നുള്ളത്.
ഉം, അതൊരു വലിയ പൊട്ടത്തരമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം BJPക്ക് ഉം, നേട്ടം ഉണ്ടാക്കാൻ സീറ്റ് വർദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP ആയിരുന്നു അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. 80 ഉം, സീറ്റിൽ എത്ര സീറ്റാണ് BJPക്ക് കിട്ടിയത് UP-യിൽ? പകുതി സീറ്റ് ഉം, പോലും കിട്ടിയില്ലല്ലോ അവർക്ക്. എന്തുകൊണ്ടാണത്? അതായത് ഈ BJP എന്നുള്ളതല്ല അവിടെ വിഷയം. ആരാണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ഏത് MP ആണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അയാൾ ചെയ്യിക്കും. ഗിമ്മിക്ക് കൊണ്ട് ജയിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ MP നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നൊരു MP ആണ്, അയാൾ അടുത്ത തവണ ജയിക്കും. അതല്ലാതെ BJP ആണെന്നോ ഇല്ല RSS ആണെന്നോ ഇല്ല ശിവസേന ആണെന്നോ CPM ആണെന്നോ ഒന്നും നമ്മൾ നോക്കില്ല. ഈ കേരളത്തിൽ ഉം, വലിയ തരംഗം ഉണ്ടായപ്പോഴും, അതായത് കേന്ദ്രത്തിൽ BJP അല്ലെങ്കിൽ കോൺഗ്രസ് എന്നൊരു വലിയ തരംഗം നിൽക്കുമ്പോഴും ഇടതുപക്ഷ MP-യെ ജയിപ്പിച്ച നാടായി കേരളം, ഇല്ലേ? അതെ നരേന്ദ്രമോദിക്ക് വലിയ ഫാൻ ബേസ് ഉള്ള ഉത്തർപ്രദേശിൽ പകുതി സീറ്റ് BJPക്ക് കിട്ടിയില്ല. അതെ അതെ. മഹാരാഷ്ട്രയിൽ അവർ തകർന്നടിഞ്ഞു പോയി, ഇല്ലേ? എന്തിനു അപ്പം ആ പറയുന്നു ജനം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിക്ക് 20 സീറ്റും കൊടുത്ത നാടാണ് കേരളം. നാടാണ് കേരളം. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ പൊളിറ്റിക്സ് വേറെ. കാരണം ഇനിയിപ്പോ ഇത് 2029, 2026 ഇതിന്റെ പ്രക്രിയ തുടങ്ങുന്നെങ്കിൽ 2029 ആകുമ്പോഴത്തേക്ക് ഇത് അവസാനിക്കും, മണ്ഡല പുനർക്രമീകരണം നടക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉം. വരുമ്പോഴത്തേന് ട്രെൻഡുകൾ മാറുകയല്ലേ, പൊളിറ്റിക്സ് മാറുകയല്ലേ. മോദിയാണോ അടുത്തത്, എന്താണോ അറിയില്ല. ചിലപ്പോൾ കോൺഗ്രസ് ചിലപ്പം പിന്നെ എന്താ ഏതെങ്കിലും ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ ശക്തമാകാം, ആയിരിക്കും. നമുക്ക് നാളത്തെ കാര്യങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് പറയുന്നത് വെറും പൊട്ടത്തരാണ്. BJPക്ക് അല്ല ജയിക്കാനാണ് പുള്ളി ഡീലിമിറ്റേഷൻ കൊണ്ടിരുന്നത് അതില് എന്ന്. അതില് പുള്ളി ആ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. BJPയുടെ ശക്തി ആരും കുറച്ച് കാണരുതെന്നാണ് പറയുന്നത്. ഈ 6 സംസ്ഥാനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള BJPയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ഇനി ആ സംസ്ഥാനങ്ങളിൽ നിന്ന് BJPയെ കുടിയിറക്കുക അസാധ്യമാണ് എന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ അന്തരാർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ ഓബിയസ് ആണ്. അതായത് പുള്ളി പറയുന്നത് ഈ മണ്ഡല, ഇനി ഇത്ര കൂടെ പറയാനുള്ളൂ ചേട്ടാ, അതായത് മുസ്ലിം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മണ്ഡലങ്ങൾ രണ്ടായി പിളർന്ന് മുസ്ലിങ്ങളുടെ വോട്ട് രണ്ടാക്കി, ഇപ്പൊ എന്താണ് അവർക്ക് BJPക്ക് ജയിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കൃത്യമായി അവർ മുസ്ലിങ്ങളുടെ വോട്ടുകൾ രണ്ടാക്കി അവിടെ ഹിന്ദുക്കളെ കൂടെ തിരികെ കയറ്റി BJPക്ക് ജയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇത്രയും പറഞ്ഞാൽ മതി. ഇത്രയും വലിയ നെടുനീള ലേഖനം പറയേണ്ട ആവശ്യമുണ്ടോ? മുസ്ലിങ്ങളുടെ വോട്ട് രണ്ടാക്കി പിളർക്കാൻ പോകുന്നു, എനിക്കിത് സഹിക്കുന്നില്ല, ഇത്രയും പറഞ്ഞാൽ പോലെ. അല്ല, ഇതിനകത്ത് രണ്ടാക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അവരുടെ ഉം, പ്രാതിനിധ്യം കൂടുകയാണല്ലോ ചെയ്യുന്നത് സ്വാഭാവികമായി തന്നെ. കാരണം അവരുടെ ഉം, എല്ലാവരുടെയും ജനസംഖ്യ കൂടണം. എല്ലാവരും കൂടെ ഒരുമിച്ച് പണിയെടുത്താലല്ലേ ജനസംഖ്യ കൂടത്തുള്ളൂ. ഉം. അല്ലാതെ ഒരു വിഭാഗം മാത്രം പണിയെടുത്ത് നടക്കത്തില്ല ഈ കാര്യങ്ങൾ. അല്ല ഇതിൽ അപ്പൊ എനിക്ക് കൂടുന്നതനുസരിച്ച് വേറൊരു എല്ലാവർക്കും. ഡൗട്ട് ഉള്ളതേ, ഇപ്പൊ ഈ പുള്ളിക്കാരൻ പറയുന്ന കേരളത്തിൽ 20 സീറ്റിൽ നിന്ന് 8 സീറ്റ് കുറഞ്ഞ് 12 സീറ്റ് ആവും എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നില്ല. ഞാൻ അതിലേക്ക് വരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിലോട്ട് പുള്ളി വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി തന്നെ തുടക്കത്തിൽ അത് പറയുന്നുണ്ട് ഞാനിപ്പോ 10 വന്നു. ലക്ഷം 10 ലക്ഷം പേർക്ക് ഒരു സീറ്റ്, 10 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി എന്നാണ് പുള്ളി പറയുന്നത്. ഈ ചേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ 30 സീറ്റ് നമ്മുടെ കേരളത്തിൽ വേണ്ടി വരും. ഇപ്പൊ 3.5 കോടി ജനങ്ങളുണ്ട്. 3.5 സെൻസസ് എടുക്കുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ 10 ലക്ഷം പേർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 30 സീറ്റ് വേണ്ടി വരും. ആ 30 സീറ്റ് കേരളത്തിന് കൊടുക്കാൻ തയ്യാറായി എന്ന് തന്നെ ഇരുന്നോട്ടെ, ഇവരെന്താ പറയുക? BJPക്ക് ജയിക്കാനുള്ള കളം ഒരുക്കുന്നു എന്നല്ലേ പറയൂ. ഇപ്പൊ ഒരു മണ്ഡലം, ഇത്രയും വലിയൊരു മണ്ഡലം, ആ മണ്ഡലത്തിനെ രണ്ടായിട്ട് വെട്ടിക്കീറി പല ആൾക്കാരെ പല മേഖലയിൽ നിന്ന് വോട്ട് സ്പ്ലിറ്റ് ആക്കി ഇവർക്ക് എവിടെയൊക്കെയാണ് ജയിക്കാൻ സാധ്യതയുള്ളത്, എവിടെയാണ് വോട്ട് കുറവുള്ളത്, ആ ജനങ്ങളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ ജനങ്ങളെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ്. ഇപ്പൊ തിരുവനന്തപുരം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ തോൽക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ തോൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ തീരദേശങ്ങൾ എണ്ണുമ്പോഴാണ് തോക്കുന്നത്. തീരദേശ മണ്ഡലങ്ങളെ രണ്ടായിട്ട് പിളർന്ന് അതൊരു മണ്ഡലമാക്കുക. BJPക്ക് ജയിക്കാൻ ഇപ്പുറത്തൊരു മണ്ഡലം, BJPക്ക് ശക്തമായിട്ടുള്ള സ്ട്രോങ് ഹോൾഡ് ഉള്ള 4 നിയമസഭാ മണ്ഡലങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതൊരു മണ്ഡലമാക്കി BJPക്ക് കൊടുക്കുക. പോരെ, BJPക്ക് ഒരു MP ഇവിടെ ആയില്ലേ എന്നൊക്കെ അവര് ചിലപ്പോൾ പറഞ്ഞു കളയും. ഇനി അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ പറഞ്ഞു കളയും. ഇതെന്താണെന്ന് എനിക്ക് അല്ല, മനസ്സിലാവുന്നില്ല. അതല്ല, അല്ല, അത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മുടെ ഈ വാർഡ് വിഭജനം ഇപ്പൊ ഉം, നടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. നമ്മുടെ ഈ ഉം, ഉം, മുനിസിപ്പാലിറ്റിയുടെയും വാർഡ് വിഭജനം അങ്ങനെ നമുക്ക് നടത്താൻ പറ്റും. അരികും മൂലം ചെത്തിക്കളം CPM-ന്. പക്ഷെ അവിടെയും രസകരമായ ഒരു കാര്യമുണ്ട്. ഇക്കാലം അത്രയും കേരളത്തിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ വാർഡ് വിഭജനം നടക്കുമ്പോൾ അവർക്ക് ജയിക്കാനുള്ള രീതിയിലായിരുന്നു വാർഡ് വിഭജിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പക്ഷെ ഉം, അവിടെ BJP ജയിക്കുന്നുണ്ടല്ലോ പല വാർഡിലും. പല ഉം, വാർഡിലും BJP, പല പഞ്ചായത്തിലും BJP ഭരിക്കുന്നുണ്ടല്ലോ. ഇവരെങ്ങനെയൊക്കെ വാർഡ് പുനർക്രമീകരണം നടത്തില്ല, BJP പുനർക്രമീകരണം ഒന്നും നടത്തത്തില്ല. ഇവർ പക്ഷെ ഉം, ഇനി മണ്ഡല പുനർക്രമീകരണം നടത്തുന്ന പാർട്ടിക്കാരല്ല, ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ, ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ എല്ലാ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷന്മാരെ വെച്ചിട്ട് ഒരു സമിതിയാണ് രൂപീകരിക്കുന്നത്. ആ സമിതി പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ അഭിപ്രായം സ്വരൂപിച്ചിട്ടാണ് ഈ ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നത്. കാരണം ഒരുപാട് പരാതി വരും. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചെറിയ വാർഡിന് തന്നെ ഈ ഡീലിമിറ്റേഷൻ വരുമ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളാണ്. ഇവിടെ മുൻകാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഇത് നീ എടുക്ക്, ഇത് ഞാൻ എടുക്ക്, ഈ രീതിയിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളായിരുന്നു മുമ്പ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ആ ഭാഗത്ത് ജയിക്കുന്നില്ല, സ്വതന്ത്രന്മാർ ജയിക്കുന്നില്ലേ നമ്മുടെ നാട്ടില് ഇത്രയും ഉം. ഡീലിമിറ്റേഷൻ ചെയ്തിട്ട്? ആം ആദ്മി പോലുള്ള പാർട്ടികൾ കരുത്ത് കാണിക്കുന്നില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമാണ്. അതായത് ജനങ്ങളെ ഈ വിഡ്ഢികളാക്കുന്ന ഒരു രീതിയാണ് ആ പറയുന്നത്. BJPക്ക് ജയിക്കേണ്ടതല്ല. കാരണം UP ഒക്കെ BJPയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയ ആണ്. സാക്ഷാൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഇടമാണ്. അവിടെ പോലും അവർക്ക് ലോക്സഭ പെർഫോം ചെയ്യാൻ പറ്റില്ല. മഹാരാഷ്ട്രയിൽ അവർ തകർന്നടിഞ്ഞുപോയി. എന്നാൽ നിയമസഭ വന്നപ്പോൾ അവർ തിരിച്ച് കയറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
അപ്പൊ രാഷ്ട്രീയം വേറെ, അത് ഇങ്ങോട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾക്കുള്ള മറുപടി ഇപ്പൊ നമ്മൾ തന്നു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നമ്മുടെ കാര്യം, ജനസംഖ്യാ നിയന്ത്രണം കർശനമായി പാലിച്ചുകൊണ്ടാണ് നമ്മൾ പിന്തള്ളപ്പെട്ടു എന്നുള്ളത്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിന്റെ വിസ്തീർണം നോക്കുക, യുടെ വിസ്തീർണം നോക്കുക. അതായത് 1952 1.35 ലക്ഷം ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. അവര് ജനസംഖ്യാ നിയന്ത്രണം കർശനമായി പാലിക്കുകയും വേണ്ട രീതിയിൽ പണിയെടുക്കുകയും ചെയ്തുകൊണ്ട് 2011 നമ്മുടെ സെൻസസിൽ അത് 3.5 കോടിയിലേക്ക് എത്തി, 3.34 കോടിയിലേക്ക് എത്തി. അതായത് 1.35 ലക്ഷം പേര് ആ ഒരു വലിയ നിയന്ത്രണത്തിലേക്ക് പോയത് കൊണ്ടാണ് നമ്മൾ 3.5 കോടിയിലേക്ക് 2011 എത്തിയത്. അപ്പോൾ സ്വാഭാവികമായി കോടിക്കണക്കിനുള്ള 3 കോടിയുള്ള തമിഴ്നാട്ടിൽ എത്ര എത്തി? 7 കോടിയിലേക്ക് എത്തി. ജനസംഖ്യാ നിയന്ത്രണം വലിയ രീതിയിലായിരുന്നു നടപ്പാക്കിയത്. അപ്പോൾ അതേ രീതിയിൽ ആ ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ കോടിക്കണക്കിന് 10-12 കോടി ഉണ്ടായിരുന്നു ഉത്തർപ്രദേശ് 19 കോടി ആയതിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? അവിടെയാണ് ഈ കള്ളത്തരം പറയുന്നതെന്ന് ഞാൻ പറയുന്നത്. അതായത് ഒരു ചെറിയ സ്റ്റേറ്റ്, ആ ചെറിയ സ്റ്റേറ്റിലെ ചെറിയ ജനസംഖ്യ സ്വാഭാവികമായും കൂടുന്നതിന് ഒരു പരിധി ഉണ്ടാകുമല്ലോ. വലിയ സ്റ്റേറ്റിൽ, അതായത് ഒരു 10 കോടി ജനമുള്ളിടത്ത് സ്വാഭാവികമായി 10 വർഷം കൊണ്ട് അതിന് 15-17 കോടി ആകുന്നതിൽ എന്താണ് അത്ഭുതമുള്ളത്? ഇവിടെ നമ്മൾ ഡബിൾ ആണ് ആയത് ഇത്രയും വർഷം കൊണ്ട്. അതായത് 1977 നമ്മൾ 2 കോടി ഉണ്ടായിരുന്നത് 2011 വരുമ്പോൾ നമ്മുടെ കണക്കെടുക്കും ശരിയാണ് ആ പറഞ്ഞത്, ആനുപാതികമായി കുറഞ്ഞിട്ടുണ്ടാകാം ഇത്രയും വർഷം കൊണ്ട്. 1977 തൊട്ട് 2011 വരെ എടുക്കുമ്പോഴത്തേനും ആനുപാതികമായി കുറവുണ്ടാകാം. എങ്കിലും നമ്മൾ അതും കൂടെ നോക്കണം. അത്രയും ജനസംഖ്യ ഉള്ളിടത്താണ് അത് ചെറുതായിട്ട് കൂടിയിരിക്കുന്നത്. ഇവിടെ കുറഞ്ഞ ജനസംഖ്യ ഉള്ളിടത്താണ് അത് അങ്ങനെ. ഇപ്പൊ സിക്കിമിനെയും കേരളത്തെയും താരതമ്യം ചെയ്യാമെങ്കിൽ നമ്മളാണ് ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ സിക്കിംകാരും പറയുകയാണ് നിങ്ങളുടെ നാട്ടില് ആൾക്കാരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കുറയുകയാണ്. സിക്കിമിലുള്ള ജനസംഖ്യയാണ്. ആ ഒരു ജനസംഖ്യക്കും ഇല്ലെങ്കിൽ ജനത്തിന് മാത്രമല്ലേ പ്രത്യുൽപാദനത്തിലൂടെ അടുത്ത വോട്ടറെ സൃഷ്ടിക്കാനോ ഇല്ല അടുത്ത ജനത്തിനെ ഉണ്ടാക്കാനോ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാതിരുന്ന് കിട്ടുന്നതല്ലല്ലോ ഈ സാധനം. അപ്പൊ ഈ ഉള്ള ജനം അത് എങ്ങനെയാണോ പെരുക്കുന്നത് അതാണ് അതിന്റെ കണക്ക്. അതാണ് ഇവരുടെ പ്രശ്നം. വേറൊന്നുമല്ല, ഇവർക്കൊരു അങ്കലാപ്പ് തുടങ്ങിയിരിക്കുന്നു. മറ്റൊന്ന് വെച്ചാൽ BJPക്ക് ഹോൾഡറുള്ള ഏരിയ ആണല്ലോ ഉത്തരേന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെ BJPക്ക് ഹോൾഡറുള്ള ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്. കാരണം ഈ രാജസ്ഥാനൊക്കെ BJP കഴിഞ്ഞ തവണ നിയമസഭയിൽ അവർ പരാജയപ്പെട്ട് പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ അവരുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയ ദക്ഷിണേന്ത്യയാണെന്നാണ് എനിക്ക് തോന്നുന്നത് BJPയുടെ. കാരണം അവർക്കിപ്പോ കുറച്ചുകൂടെ ക്ലച്ച് പിടിച്ച് വരുന്നതും അവർക്ക് ഏറെക്കാലം നിലനിൽക്കാൻ, കാരണം ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ഇനി അവരുടെ വളർച്ചയുടെ ഏതാണ്ടൊക്കെ ഒരു പടവുകൾ കഴിഞ്ഞു. ഉത്തരേന്ത്യയെ സംബന്ധിച്ച് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി വളരാനൊന്നുമില്ല. അവർ മാക്സിമം ലെവൽ അവിടെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ കൂടുതലായി വളരാൻ ശ്രമിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ്. അത് അവർക്ക് കുറച്ചുകൂടെ ആ ഇത് തരുന്നുണ്ട്, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ഒരു മേൽക്കൈ തരുന്നുണ്ട്. അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു ഇടം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ തന്നെ ആയിരുന്നു. കാരണം അവർക്ക് നന്നായി അറിയാമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ സീറ്റ് കുറയും, അത് മേക്കപ്പ് ചെയ്യാനായിട്ട് സൗത്ത് ഇന്ത്യ വേണമെന്ന്. അത് 2014 മുതൽ കൃത്യമായി BJP ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ അവർ ക്ലച്ച് പിടിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പൊ കേരളത്തിൽ പോലും അവർക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അവർക്ക് നേരത്തെ സീറ്റ് ലഭിച്ചിട്ടുണ്ട്, ഇത്തവണ കിട്ടിയില്ലെങ്കിലും മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, വളർന്നു വരാൻ കഴിയും. അപ്പൊ ഇവിടെ അതല്ല പ്രശ്നം. പ്രശ്നം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു പീഡനവാദ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പിന്നെ ഈ പറയുന്ന നേരത്തെ ധനുഷ് പറഞ്ഞ 24% പാർട്ടിസിപ്പേഷൻ ആണ് ജനപ്രാതിനിധ്യത്തില് നമ്മുടെ സൗത്ത് ഇന്ത്യക്ക് ഉള്ളതെന്ന് പറയാം. അതൊട്ടും കുറയാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ കണക്കും ഇവരീ പറഞ്ഞ കണക്കും, അതായത് ലോജിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവരീ പറഞ്ഞ കണക്ക് വെച്ചിട്ടാണെങ്കിൽ കൂടി ഈ 24% കുറയില്ലല്ലോ. എങ്ങനെ കുറയും? കാരണം ആനുപാതികമായി കൂടിയല്ലോ അവിടെ. നേരെ മറിച്ച് ഇവര് പറഞ്ഞത് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 24 താഴോട്ട് പോകും. ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രം ഏതാണ്ട് 100 സീറ്റിനടുത്ത് ആന്ധ്ര ഉൾപ്പെടെ വർദ്ധിക്കുന്നുണ്ട്. ഇവര് പറയുന്നില്ലെന്നാണ് പറയുന്നത്. അതാ പറയുന്നത്. ഒന്നുകിൽ ഇവര് ഞാനായിട്ട് പുതിയ കണക്കുകളൊന്നും ഉണ്ടാക്കിയതല്ല. ഇവര് പറയുന്ന ലോജിക്ക് മാത്രമാണ് നമ്മൾ ഈ അനാലിസിസ് നടത്തിയിരിക്കുന്നത്, നമ്മൾ ഈ അവലോകനം നടത്തി. ഇവര് പറയുന്നത് 10 ലക്ഷം പേർക്ക് ഒരു സീറ്റ് എന്ന കണക്കിലാണ് നമ്മൾ കണക്കെടുത്തിരിക്കുന്നത് തന്നെ. രണ്ടാമത് BJPക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് ജനസംഖ്യ എങ്ങനെ വർദ്ധിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പം ഇത് എടുക്കാനുണ്ട്. ഇനി സെൻസസ് വന്നു കഴിയുമ്പോൾ ജാതിയും മതവും തിരിച്ചുള്ള സെൻസസ് ആണ് വരുന്നത്. അപ്പോ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ആ ജാതിയും മതവും തിരിച്ച് പുറത്തു വിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി പ്രശ്നങ്ങൾ രൂക്ഷമാകും. പൊളിറ്റിക്കലി അയ്യോ ഇന്ന സമുദായത്തിലാണ് കൂടുതൽ ജനസംഖ്യ വന്നത്, ഇന്ന സമുദായത്തിലാണ് കുറച്ച് ജനസംഖ്യ വന്നത്, അതിന്റെ ചർച്ച ഒരു വഴിക്ക് നടക്കും. അപ്പൊ ഈ ആൾക്കാരൊക്കെ പറയും പാവങ്ങളല്ലേ, അവർക്ക് ജനസംഖ്യ കൂടുന്നതിന് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എന്തിനാണ് അവർ ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ ഇതും നടക്കും ഇതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ എങ്ങനെയെങ്കിൽ നമ്മുടെ ഈ മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, എന്താണ് മോൻ ചത്താലും വേണ്ട മരുമോളുടെ കണ്ണീര് കാണണം, അങ്ങനെ പഴഞ്ചലുണ്ട് എന്ന് പറഞ്ഞത് കണക്ക് ഈ രാജ്യം നശിച്ച് കുത്തുവാള എടുത്ത് കാണണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിന് വേണ്ട സകലമായ കാര്യം ഏതായാലും ഡീലിമിറ്റേഷനെ കുറിച്ചുള്ള ചർച്ചകൾ പൊളിറ്റിക്കലി ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്.
അതായത് ഇപ്പൊ അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദക്ഷിണേന്ത്യക്ക് സീറ്റ് കുറയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഒരു പ്രാഥമിക രീതിയിൽ ഈ പൊളിറ്റീഷ്യൻസും മാധ്യമ പ്രവർത്തകരും നിരീക്ഷകരുമൊക്കെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിന്റെ ഒരു രൂപരേഖ എന്താണെന്നായിട്ടില്ല, ഇതിന്റെ പാനൽ ഏതാണെന്ന് നമുക്ക് അറിയില്ല, ഇതിന്റെ ബാക്കിയുള്ള ചർച്ചകൾ അറിയില്ല, എങ്ങനെയാണ് ഡീലിമിറ്റേഷൻ എന്നറിയില്ല, 10 ലക്ഷമാണോ ഇനി 15 ലക്ഷത്തിലേക്ക് എത്തുമോ, അതോ 15 ലക്ഷം പേർക്ക് ഒരാളാണ് എങ്കിൽ ഇതിനകത്ത് വലിയ വേരിയേഷൻസ് ഉണ്ടാകുന്നില്ല, ഇല്ല 12 ലക്ഷത്തിന് ഒരാളാണെങ്കിലും വലിയ വേരിയേഷൻസ് ഉണ്ടാകുന്നില്ല. കേരളത്തിൽ തന്നെ നോക്കൂ, നമ്മുടെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ 15 ലക്ഷത്തിന് മുകളിലുള്ള പാർലമെന്റ് മണ്ഡലമില്ലേ? കാരണം എന്തിനാണ് ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നത്? ജയിക്കാം അല്ലല്ലോ മെയിൻ ആയിട്ട്. അതായത് 10 ലക്ഷം പേർക്ക് ഒരു എം പി എന്ന് പറഞ്ഞാൽ ഈ 10 ലക്ഷം പേരിലേക്ക് വികസനം എത്തിക്കാൻ ഒരു എം പിക്ക് പറ്റും. 10 ലക്ഷത്തിന് മുകളിലേക്ക് പോകുന്ന ജനത്തിലേക്ക് അത് എത്തുന്നില്ല എന്ന് കാണുമ്പോഴാണല്ലോ നമ്മൾ ഡീലിമിറ്റേഷൻ പണ്ട് മുതലേ കൊണ്ടിരുന്നത് സീറ്റിന്. അല്ലാതെ ഇത് അക്കുബുക്ക് കളിയല്ലല്ലോ ഓരോന്നിടത്ത് നമ്പർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനായിട്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പലപ്പോഴും ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. കോഴിക്കോട് കേന്ദ്രമാക്കിക്കൊണ്ട് നമുക്കൊരു തലസ്ഥാന നഗരം വേണം എന്നുള്ള ഒരു ആവശ്യമുണ്ട്. ഉത്തർപ്രദേശ് 2 തലസ്ഥാന നഗരങ്ങളായിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ഹൈക്കോടതിയുണ്ട് ഉത്തർപ്രദേശിൽ. കാരണം എന്താ വെച്ചാൽ അത്രയും വലിയൊരു സ്റ്റേറ്റ് ആണ്. അതിന്റെ വടക്കേ പടിഞ്ഞാറൻ അതിർത്തിയായി മധുരയിൽ നിന്ന് നമ്മളൊരു കാറ് പിടിച്ച് പാഞ്ഞു വന്നാൽ പോലും 8-10 മണിക്കൂർ എടുക്കും ലക്നൌവിലെത്താൻ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് കുറെ, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ചില മിനി സിവിൽ സ്റ്റേഷൻ പറഞ്ഞ് തുടങ്ങും. അതായത് കളക്ടറേറ്റിൽ പോകാൻ ആ ജില്ലയിലുള്ള എല്ലാവർക്കും കഴിയാറില്ല, ദൂരെ കൂടുതലും മറ്റു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഒരു മിനി സിവിൽ സ്റ്റേഷൻ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒന്ന് സ്ഥാപിക്കാറുണ്ട്, കാരണം അവിടെ ഉള്ളവർക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് നടക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് ജനങ്ങളുടെ സൗകര്യം അവരുടെ വികസനത്തിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഈ ലോജിക്കിൽ അവര് പറഞ്ഞ ലോജിക്ക് തന്നെ എടുത്തു വെച്ചിട്ടാണ് ഞാനിത് എങ്ങനെയാണ് സീറ്റ് കുറയുന്നതെന്ന് അവർ പറയുന്നില്ല. ഞാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് സീറ്റ് കൂടുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ വലിയ നഷ്ടം സൗത്ത് ഇന്ത്യക്ക് വരില്ല എന്ന് തന്നെയാണ്. കാരണം 1952 1.5 കോടി ഉണ്ടായിരുന്ന ജനം 1.5 കോടിയും ഇല്ലായിരുന്നു, 1,03,5,00,000 ഉണ്ടായിരുന്ന ജനം ഇപ്പോൾ 3.5 കോടിയിൽ എത്തി നിൽക്കുന്നു. അവിടെ നമുക്ക് കിട്ടേണ്ടത് ശരിക്കും 30 സീറ്റ് അല്ല, 35 സീറ്റാണ് നമുക്ക് കിട്ടേണ്ടത് കേരളത്തിൽ. ഈ 3.5 കോടി എന്ന് പറയുമ്പോൾ 35 സീറ്റാണ് കേരളത്തിന് കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെ കണക്ക് നോക്കുകയാണ്, കൃത്യമായ കണക്ക്. ഏതായാലും സെൻസസിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ആ കണക്കൊക്കെ പുറത്തു വരട്ടെ. വന്നു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാം. ഏതായാലും ഡീലിമിറ്റേഷനെ കുറിച്ച് ചില രൂപരേഖകളും ചില ലേഖനങ്ങളും നിന്നുള്ള അറിവുകൾ മാത്രമേ ഇപ്പം നമുക്കുള്ളൂ. അതിന്റെ എങ്ങനെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. ഇതുവരെ അത് വന്നിട്ടില്ല. വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നെഞ്ചത്തടിയും നിലവിളിയും തുടങ്ങി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവർ ഞാൻ പറഞ്ഞത് ഭയങ്കര കുണ്ഠിതപ്പെട്ടിരിക്കുകയാണ്, എല്ലാ കാര്യത്തിലും വ്യാകുലരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പോരാത്തതിന് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പൊ മാർച്ച് 22-ന് എം.കെ. സ്റ്റാലിൻ വിഘടനവാദത്തിന്റെ ആശാനായിട്ട് വരികയാണ്. എം.കെ. സ്റ്റാലിൻ ഇപ്പോ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്, സൗത്ത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെയും നേതാക്കന്മാരുടെ ഒരു യോഗം എന്നാണ് അവർ പറയുന്നത്. ആ മുഖ്യമന്ത്രിമാരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിരുന്നുകൊണ്ട് ഈ ഡീലിമിറ്റേഷൻ അത് വരുന്നതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ആ യോഗം വരുന്നതെന്നാണ് പറയുന്നത്. പോരാത്തതിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർക്ക് ഇദ്ദേഹം കത്തയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ കത്തയച്ചിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ച അദ്ദേഹം നടത്തിയെന്ന് തോന്നുന്നു. പക്ഷെ ആ ചർച്ച ഇതുപോലെ തന്നെ ചേട്ടൻ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 10 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി എന്ന് വെച്ച് നോക്കുമ്പോൾ തന്നെയും കേരളത്തില് 2 കോടി 2.5 കോടി ഉള്ള സമയത്ത് നമുക്ക് 20 സീറ്റ് കിട്ടി. ഇപ്പൊ 3.5 കോടിയാണ്. ഈ 3.5 കോടിയുള്ള സമയത്ത് നമുക്ക് എങ്ങനെയാണ് സീറ്റ് കുറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്ന ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി നരേന്ദ്രമോദിയുടെ ഗൂഢതന്ത്രമല്ലോ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ജനസംഖ്യ നമ്മൾ വളരെ ഗംഭീരമായിട്ട് നിയന്ത്രിച്ചു. അത് 1971 1.5 കോടി ആയിരുന്ന നമ്മുടെ ജനസംഖ്യ ഇപ്പൊ 3.5 കോടിയിലെത്തി നിൽക്കുകയാണ്. ഉത്തർപ്രദേശിലും എന്താണ് ഇപ്പൊ ഒരു 8 കോടിയാണെങ്കിൽ ഇപ്പൊ 19 കോടിയായി. പകുതി എല്ലായിടത്തും കൂടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജനസംഖ്യ നിയന്ത്രണം ഗംഭീരമായി മുന്നോട്ട് പോയത് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം. അതായത് എന്താണ്, എങ്ങനെ പോയാലും കേരളത്തിൽ ഇപ്പൊ 20 സീറ്റ് കൂടുമ്പോ 190 സീറ്റ് ഉത്തർപ്രദേശില്. അതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ 843 190 സീറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറല്ല. പക്ഷെ അതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ 190 സീറ്റുകളിലും BJP എന്ന് പറയുന്ന പാർട്ടി വിജയിക്കുമെന്ന് എങ്ങനെ പറയും? ബിജെപി പറഞ്ഞാണ് അതിന്റെ പോയിന്റ്. അതിൽ പൊളിറ്റിക്സ് അല്ലേ, അത് എങ്ങനെ പറയും? ജനങ്ങളെല്ലാം കൂടെ BJPക്ക് ഒരുമിച്ച് കുത്തണമെന്നൊരു ജനങ്ങൾക്കും ഒരു നിർബന്ധവും BJP കുത്തണമെന്ന് BJPക്ക് ഒരു നിർബന്ധവും ഇല്ല. ജനാധിപത്യമാണല്ലോ. ജനാധിപത്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഉത്തർപ്രദേശിൽ യോഗി ജയിക്കുമ്പോൾ ജനാധിപത്യത്തിൽ വിശ്വാസം പോകുന്ന മാപ്രകളെ പോലെ ആകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ബിജുട്ടാ, താങ്ക് യു സോ മച്ച്.